ദൈവം തന്ന ഈ സുദിനത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം റോമാലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനമാണ്. മനുഷ്യ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്ന ചോദ്യമാണ്. ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ പൗലോസ് അപ്പോസ്തലൻ്റെ മനസ്സിലേക്ക് വന്നതിൻ്റെ കാരണം സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന തിന്മകളുടെ പശ്ചാത്തലവും അതിനുശേഷം 15-ാം അധ്യായത്തിൽ സ്വയം നീതീകരിക്കുന്ന ഒരു യഹൂദൻ്റെ രൂപവും ആയിരിക്കാം. എന്നാൽ ദൈവത്തിന് പക്ഷപാതമില്ല. യഹൂദനാണെങ്കിലും വിജാതീയനായ യവനനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും പാപങ്ങളിൽ നിന്നും വിമോചിക്കപ്പെടുവാൻ മനസ്സാന്തരത്തിലേക്കും തുടർന്ന് രക്ഷയിലേക്ക് ദൈവം നയിക്കുന്നതും ദൈവത്തിൻ്റെ ദയയാണെന്നും അതിനാൽ ദൈവത്തിൻ്റെ ദയയുടെ ഐശ്വര്യം നിരസിക്കരുതെന്നും വിശുദ്ധ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗോൽഗോഥാ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധം എന്തു ഞാൻ ചെയ്തു. അപരാധം ഒന്നും ചെയ്യാതെ അനീതിയുടെയും ദയയില്ലായ്മയുടെയും കൊടിയ ഭാരം പാപികളായ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏറ്റുവാങ്ങിയ ക്രിസ്തു എല്ലാ ശത്രുക്കളെയും സുഹൃത്തുക്കളാക്കുകയും വിശ്വസിച്ചവരെ മക്കളും ആക്കി തീർത്തു. അവിടുത്തെ അടിപ്പിണരുകളാൽ പാപസൗഖ്യം പ്രാപിച്ച നാം ദൈവത്തിൻ്റെ ദയയുടെ ഐശ്വര്യം നിരസിച്ച് ചെളിയിലേക്ക് തിരിയുന്ന പന്നിയെപ്പോലെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നമുക്ക് തന്നെ കോപം ചരതിച്ചു വെക്കരുതെന്ന് വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.